ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉരുളക്കിഴങ്ങ് സവാളയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് നല്ലൊരു ഉരുളക്കിഴങ്ങ് മസാലത്തോരൻ ഉണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് മസാലത്തോരൻ. അപ്പോൾ നമുക്കൊന്ന് അത് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ഇട്ട് ഉരുളക്കിഴങ്ങ് സവാളയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കും. പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് സവാളയും വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ഇട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് ആ സമയത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് സവാളയൊക്കെ നന്നായി വെന്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റി 2-3 മിനിറ്റ് കൊണ്ട് തന്നെ കൂട്ടെല്ലാം നന്നായിട്ട് ചൂട് പിടിച്ച് വരിക. ആ സമയത്തിന് നമുക്ക് തോരൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, കറിവേപ്പിലയും തൂക്കി കൊടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ഉരുളക്കിഴങ്ങ് മസാല തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ട് വേറെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉരുളക്കിഴങ്ങ് സവാളയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് നല്ലൊരു ഉരുളക്കിഴങ്ങ് മസാലത്തോരൻ ഉണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് മസാലത്തോരൻ. അപ്പോൾ നമുക്കൊന്ന് അത് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ഇട്ട് ഉരുളക്കിഴങ്ങ് സവാളയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കും. പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് സവാളയും വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ഇട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് ആ സമയത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് സവാളയൊക്കെ നന്നായി വെന്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റി 2-3 മിനിറ്റ് കൊണ്ട് തന്നെ കൂട്ടെല്ലാം നന്നായിട്ട് ചൂട് പിടിച്ച് വരിക. ആ സമയത്തിന് നമുക്ക് തോരൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, കറിവേപ്പിലയും തൂക്കി കൊടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ഉരുളക്കിഴങ്ങ് മസാല തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ട് വേറെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും